പ്രവാസികൾ ഇന്ന് 50 വയസ്സിൽ പോലും റിട്ടയർമെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. പ്രവാസ ജീവിതത്തിന് ശേഷം റിട്ടയർമെൻറ്റ് ആവശ്യമാണോ? റിട്ടയർമെൻറ്റ് പ്രായം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണോ അതോ ഒരു മിത്താണോ? 1789 ജർമ്മൻകാരനായ ഒട്ടോ വൻ ബിസ്മാർക്ക് എന്ന ആൾ ചെറുപ്പക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു ട്രിക്കായിരുന്നു റിട്ടയർമെൻറ്റ്. എന്നാൽ അന്നത്തെ റിട്ടയർമെൻറ്റ് പ്രായം 70 വയസ്സുമായിരുന്നു. ശരിക്കും റിട്ടയർമെൻറ്റ് ചെയ്യാൻ ഫിക്സഡായി ഒരു ഏജ് ഉണ്ട്. എന്നാൽ പഠനങ്ങൾ കാണിക്കുന്നത് അങ്ങനെ ഒരു റിട്ടയർമെൻറ്റ് ഏജ് ഇല്ല എന്നുള്ളത് മാത്രമല്ല, 55 വയസ്സിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നവരിൽ നടത്തിയ ഒരു പഠനം കാണിക്കുന്നത് അത്തരം സംരംഭങ്ങളുടെ ഫെയിലുവർ സാധ്യത ചെറുപ്പക്കാർ തുടങ്ങുന്ന സംരംഭത്തേക്കാൾ വളരെ കുറവായിട്ടാണ് കാണിക്കുന്നത്. ആധികാരികമായ ചില പഠനങ്ങൾ കാണിക്കുന്നത് ബ്രെയിനിലെ ഓർമ്മശക്തിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുമുള്ള കഴിവുകൾ നൽകുന്ന ന്യൂറോപ്ലാസ്റ്റിസിറ്റിയും ഹിപ്പോ ക്യാമ്പസും 70 വയസ്സ് കഴിഞ്ഞാലും ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുമെന്നാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു പഠനം കാണിക്കുന്നത് 70 വയസ്സിന് മുകളിൽ പോലും ആക്റ്റീവായി ഇരിക്കുന്നവരിൽ അൽഷിമേഴ്സും വിഷാദ രോഗങ്ങളും വളരെ കുറവായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. ജപ്പാനിലെ 15% ഫാക്ടറി വർക്കേഴ്സും 60 വയസ്സിന് മുകളിലുള്ളവരാണ്. എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലെഗസി നിങ്ങളിലുമുണ്ടാവും. 67 വയസ്സ് പ്രായമുള്ള ടക്കൂഷി എന്ന ജപ്പാൻകാരൻ അദ്ദേഹത്തിൻ്റെ 67ാമത്തെ വയസ്സിൽ ഒരു ലോജിസ്റ്റിക് കമ്പനിയിൽ നിന്നും റിട്ടയർ ചെയ്തു. അതിനുശേഷം അദ്ദേഹം സോഫ്റ്റ്വെയർ കോഡിംഗ് പഠിപ്പിക്കുന്ന ഒരു ബൂട്ട് ക്യാമ്പിൽ വോളണ്ടിയറിങ്ങിന് വേണ്ടിയുള്ള ജോലി ഏറ്റെടുത്തു. ക്രമേണ അദ്ദേഹം വലിയ സോഫ്റ്റ്വെയർ കമ്പനികളുടെ വിഷ്ടം അഡ്വൈസറായി മാറുകയും അദ്ദേഹം മെൻറ്റർ ചെയ്യുന്ന കമ്പനികളുടെ ഉദ്യോഗാർത്ഥികളുടെ മാനസിക സംഘർഷം വലിയ ഒരളവിൽ കൺട്രോൾ ചെയ്യാനും മെൻറ്ററിങ്ങിലൂടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ മാനസിക സംഘർഷവും പിരിമുറുക്കവും ക്രമാതീതമായി കുറയ്ക്കുവാനും കമ്പനികളുടെ തന്നെ പ്രൊഡക്ടിവിറ്റി വളരെയധികം കൂട്ടുവാനും ഇതുമൂലം സാധ്യമായി. 3 കാര്യങ്ങളാണ് പ്രധാനമായും അദ്ദേഹം പഠിപ്പിക്കുന്നത്. അതിൽ ആദ്യത്തേത് പ്രഷറിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളത്. രണ്ടാമതായി ലോങ് ടൈമായി കാര്യങ്ങളെ എങ്ങനെ കാണാം. മൂന്നാമതായി പ്രോജക്റ്റ് ഡെഡ്ലൈൻ എങ്ങനെ ക്ഷമയോടുകൂടി മീറ്റ് ചെയ്യാം എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: നിങ്ങളുടെ വിഷ്ടവും ലെഗസിയും ഒരു റിട്ടയർമെൻറ്റ് മൈൻഡോടുകൂടി നഷ്ടപ്പെടുത്താനുള്ളതാണോ? 50-60 വർഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആർജിച്ച വിജയങ്ങൾ, പരാജയങ്ങൾ, പഠിച്ച പാഠങ്ങൾ, കടന്നുപോയ വേറിട്ട വഴികൾ, ഇവയെല്ലാം വലിയ പാഠപുസ്തകങ്ങളാണ്. ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നിടത്താണ് നിങ്ങളുടെ ലെഗസി. സർട്ടൻലി ഇതൊരു ഡിവൈൻ കറൻസി തന്നെയാണ്. ജീവിതത്തിൽ വളരെ ഇഷ്ടത്തോടുകൂടി ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുവാനുള്ള ഏറ്റവും ഐഡിയലായ സമയം ഇതാണ്. അവസാനമായി, ഇത് വളരെ അനിവാര്യമായ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നുവെങ്കിൽ പ്ലീസ് ഷെയർ ടു യുവർ ഫെലോ NRKs.